വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കാതെ എങ്ങോട്ടേലും പോയാലോ എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ലൊക്കേഷനായിരുന്നു കൊല്ലംകോട്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് മെല്ലെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കാരണം ഓൾറെഡി മഴക്കാലമാണ്, വെയിലിൻ്റെ ഒരു സൈൻ പോലും ഇല്ല. അപ്പോൾ എപ്പോഴാണേലും ഒരേപോലെയല്ല എന്ന് കരുതി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഫോൺ റിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്തൊക്കെ ഭംഗിയായിട്ട് കാണുന്നു അതെല്ലാം ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിലും ചുറ്റും കാണുന്നതെല്ലാം ഗ്രീൻ, ഫുൾ മഴയൊക്കെ പെയ്ത് നല്ല ഒരു അന്തരീക്ഷം മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ പുള്ളി എല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ച സ്ഥലം നമ്മുടെ കാമ്പ്രത്തിച്ചുള്ള റൂട്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ പലരും പല വീഡിയോസിലും കണ്ടു കാണും. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഒന്ന് വണ്ടി നിർത്തി ഇതൊക്കെ വീഡിയോയിലെടുക്കാമെന്ന്. എല്ലാവരും മാക്സിമം കണ്ട പ്ലേസസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് തോന്നി ഇത് കുറച്ച് ഭംഗിയുണ്ട്. മേ ബി ആ മഴയുടെ ഭംഗിയും കൂടെ ആകുമ്പോൾ നല്ലൊരു പ്ലസ് അല്ലേ. നോക്കുക, വെള്ളച്ചാട്ടമൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാം. മഴയുടെ ഇടയിൽ ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ടാണ് പോകുന്നത്, കാരണം ഫുൾ ടൈം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു, കൈൻഡ് ഓഫ് ഡ്രിസ്ലിങ്. സോ ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തത് സീതാർകുണ്ട് വാട്ടർഫാൾസിലോട്ട് പോകാം എന്നായിരുന്നു. കാരണം പല വേറെ സ്ഥലങ്ങളിലും കുറേ ട്രാജഡീസൊക്കെ നടന്നത് കാരണം ഇപ്പോൾ ഓപ്പൺ അല്ല എന്ന് കേട്ടു. സോ അതുകൊണ്ട് നമ്മൾ സീതാർകുണ്ടിലോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ആദ്യം ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് പിന്നീട് തോന്നി ഡെസ്റ്റിനേഷനേക്കാളും പോകുന്ന വഴിയാണ് ഏറ്റവും ഭംഗിയെന്ന്. കാരണം ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വാവ് എന്ന് പറയുന്നതല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അത്രയും ഭംഗിയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫുൾ ആ കോടമഞ്ഞും ഈ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടവും ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു. കണ്ണിനൊക്കെ ഭയങ്കര നല്ലൊരു കുളിർമയായിരുന്നു. സോ ഇതെല്ലാവർക്കും അറിയാം, താമരപ്പാടത്തിലോട്ട് പോകുന്ന വഴി, ഈ സ്ഥലം, ഈ റൂട്ട്. കാരണം ഇത് ഒരു 5 വർഷം മുന്നേ ഈ റൂട്ട് ഒരു തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണയാണെങ്കിൽ പല വണ്ടികളും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പലർക്കും മഴയൊന്നും പ്രശ്നമല്ല, എല്ലാവർക്കും സെയിം വൈബ് എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈവനിങ് സമയങ്ങളിൽ എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ട് ഫുൾ ചായ, ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളത് ട്രൈ ചെയ്തു. എന്തൊക്കെയാണ് എഗ്ഗ് കുൽഫിന്നും പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പോകുന്ന വഴി പറയാതിരിക്കാൻ വയ്യ, അത്രയും മനോഹരമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വഴീനെക്കുറിച്ച് തന്നെ പറയുന്നത്. വഴിയെന്ന് ഉദ്ദേശിച്ചത് റോഡല്ല കേട്ടോ, പോകുന്ന ആ ഒരു അന്തരീക്ഷം അത് അത്രയും മനോഹരമായിരുന്നു. മേ ബി വേനൽക്കാലമായിരുന്നെങ്കിൽ ഇത്രത്തോളം മനോഹരമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. കാരണം ഈ നെല്ലിയാമ്പതി മലനിരകളെല്ലാം കാണാൻ ഈ ഒരു മഴയത്തൊരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് തന്നെ മഴ സീസൺ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ഭംഗിയാറിയോ. സോ ഈ വെള്ളച്ചാട്ടം കണ്ടാൽ ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ജോഗ് ഫാൾസൊക്കെ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ സീതാർകുണ്ട് എത്തിയപ്പോൾ അവിടെ അപ്രതീക്ഷിതമായ മഴ കാരണം വെള്ളം കൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. പിന്നീടാണ് മനസ്സിലാക്കിയത് ഈ സീതാർകുണ്ട് വാട്ടർഫാൾസിന് അടുത്ത് തന്നെ ഒരു പാറയുണ്ട്, അവിടെ പോയാൽ നല്ല അടിപൊളി വൈബാണെന്ന്. അപ്പോൾ ഞങ്ങളിതാ ഒന്നും ആലോചിച്ചില്ല, വണ്ടിയെടുത്ത് ആ സൈഡിലോട്ട് തിരിച്ച് എത്തി. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ഇതാണ് നമ്മുടെ കൊല്ലംകോടിൻ്റെ നാച്ചുറൽ ഭംഗി. താങ്ക് യു.